പെരുമ്പാവൂരിൽ നിന്ന് കയറ്റിയ 7 ലോഡ് അരി ഇറക്കാനാകാതെ പത്തനംതിട്ട കോന്നിയിൽ കെട്ടിക്കിടക്കുന്നു. ഗുണനിലവാരം പരിശോധിക്കുന്നവർ തമ്മിലെ തർക്കത്തെ തുടർന്നാണ് 3 ദിവസമായി അരി കെട്ടിക്കിടക്കുന്നത്. പെരുമ്പാവൂരിൽ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കിയെങ്കിലും കോന്നിയിലെത്തിയപ്പോൾ ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് ഇറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. അതിൽ എല്ലാം കൂടെ ഒരു വണ്ടിയിൽ 26 ടൺ അരിയുണ്ട്. ഒരു വണ്ടി ഇവർ പറയുന്നതെന്ന് പറയും, ഇവർ ഒന്നും പറയുന്നില്ല. ഇവർ പറയുന്നത് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പറയും ഇത് ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല, ഇതിന് ക്വാളിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അവിടുന്ന് ഞങ്ങൾ കയറ്റുന്ന സ്ഥലത്തുനിന്ന് 3 പേര് അവിടെ രാവിലെ തൊട്ട് വൈകുന്നത് വരെ ഞങ്ങൾ കയറ്റി തീരുന്നത് വരെ വൈകുന്നത് വരെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വിട്ട സാധനമാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ QC പറയുന്നത് ഇത് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പെട്ടുപോയി. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, ഈ എറണാകുളത്ത് നിന്ന് കയറ്റി അയച്ച ലോറി കോന്നിയിലെത്തിയപ്പോഴേക്കും അരിയുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഇല്ലാതായത്? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ. നമ്മൾ എറണാകുളത്തെ ക്വാളിറ്റി കൺട്രോളറുമായി നമ്മുടെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. അവിടുന്ന് അവർ അറിയിക്കുന്നത് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല, ക്വാളിറ്റി എല്ലാം തന്നെ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പരിശോധിച്ച് കയറ്റിവിട്ടതാണ് പെരുമ്പാവൂരിലെ ഈ മേരിമാത എന്ന മില്ലിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 6-7 ലോഡ് അരിയാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ കോന്നിയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത്. കുലശേഖരവതിയിൽ 2 ലോഡ് അരി കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ കോന്നി, കോഴഞ്ചേരി താലൂക്കുകളിലായാണ് ഇത്തരത്തിൽ അരി ലോഡുകൾ കെട്ടിക്കിടക്കുന്നത്. ഇതിന് പ്രധാനമായും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, അത് നമ്മൾ QCയോട്, ക്വാളിറ്റി കൺട്രോളറോടും അതുപോലെ തന്നെ അവിടുത്തെ പാഡി മാനേജറോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി കൺട്രോളർ പറയാത്ത തങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഇതിനിടയിൽ കിടന്ന് കുടുങ്ങിയത് ഡ്രൈവർമാരാണ്. അവർ പറയുന്നത് തങ്ങൾക്ക് എങ്ങനെയും തിരിച്ചു പോകണം, അടിയന്തര നടപടി വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. 3 ദിവസമായി സുഹൈൽ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഈ ലോറി ഇട്ട് ഡ്രൈവർമാർ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ലോഡുമായി തിരിച്ചു പോയാൽ വാടക ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വാടക ലഭിക്കാത്ത ഒരവസ്ഥയിൽ തങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇനി മറ്റു മാർഗ്ഗങ്ങളില്ല, ഈ ലോഡ് ഇവിടെ ഇട്ട് തങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നതെന്നാണ് ഈ ഡ്രൈവേഴ്സ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അടിയന്തര നടപടി വേണം, ഒന്നില്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നതെന്ന് 2 ക്വാളിറ്റി കൺട്രോളർമാരും ഗുണനിലവാര പരിശോധകരും തമ്മിൽ ഡ്രൈവർമാരുടെ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചു കൊടുക്കണം. ശ്രീജിത്ത്, തുടരുക.